ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് വരെ എങ്ങനെ നമുക്ക് ഒരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം, ഈ ടാബ്സിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് വരെയാണ് പഠിപ്പിച്ചതെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു പ്ലാൻ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പ്ലാൻ എടുത്തു. അതിന്റെ സെന്റർ ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ DXF ഫയൽ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു DXF ഫയൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ടാബ്സ് എടുക്കുമ്പോൾ ഇതില് നമുക്ക് ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ടെംപ്ലേറ്റ് തന്നെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആക്ച്വലി ടെംപ്ലേറ്റ് ഉണ്ട്, നിങ്ങൾക്കത് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഫയലിൽ പോയിട്ട് ന്യൂ മോഡൽ കൊടുക്കണം. ഇങ്ങനെ 3 ഓപ്ഷൻസ് കാണിക്കും. ഇതിനകത്ത് യൂസ് ബിൽറ്റ് ഇൻ സെറ്റിംഗ്സ് വിത്ത് ഏത് 3 വേണോ കൊടുക്കാം. യൂസ് ബിൽറ്റ് ഇൻ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക് സിസ്റ്റം ഏത് കൺട്രി ആണ്, പിന്നെ സ്റ്റീലിന്റെ സെക്ഷൻ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഇന്ത്യൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റീൽ കോഡ് ഇന്ത്യൻ നമ്മൾ SP16 ആണ് യൂസ് ചെയ്യുന്നത്, കോൺക്രീറ്റ് ഡിസൈൻ കോഡ് IS 456 ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇത്രയും കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഒരു മോഡൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ശരിക്കും ടെംപ്ലേറ്റ് ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു ടെംപ്ലേറ്റ് എന്തായാലും ഇമ്പോർട്ട് ചെയ്യുകയാണ്. ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക, ഇമ്പോർട്ട് etabs.e2k ടെക്സ്റ്റ് ഫയല്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ടെംപ്ലേറ്റ് ഫയല്. നമുക്ക് താഴെ ടെക്സ്റ്റ് കാണാൻ പറ്റും, ഇമ്പോർട്ടിംഗ് ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫയൽ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്, ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ബിൽഡിങ്ങിന് എനിക്ക് ഗ്രൗണ്ട് ഫ്ലോറും ടെറസും മാത്രമേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് അത് നമ്മൾ സെറ്റ് ചെയ്യും. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിൽ പോവുക, എഡിറ്റ് സ്റ്റോറീസ് ആൻഡ് ഗ്രിഡ് സിസ്റ്റംസ് ഇതെടുക്കുക. ഇതിൽ മോഡിഫൈ ഓർ ഷോ സ്റ്റോറീസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എത്ര ഫ്ലോർസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ബേസ്മെന്റ് വേണ്ട, ഇത്രയും ഇതൊന്നും വേണ്ട, ടെറസ് മാത്രം മതി. സോ ബാക്കിയുള്ള സ്റ്റോറീസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മുടെ ബേസ്മെന്റ് താഴെ ഇപ്പം ഫൂട്ടിംഗ് ആണോ പ്ലിന്ത് എന്തായാലും അതിന്റെ താഴെ വരെയുള്ള ഡെപ്ത് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 3 മീറ്റർ കൊടുക്കുവാണ്. ഓക്കെ കൊടുത്തു, സ്റ്റോറി സെറ്റ് ചെയ്തു. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഗ്രിഡ് വേണമെന്ന് വെച്ചോ, ഗ്രിഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ G1 എന്ന് പറഞ്ഞ ഗ്രിഡ് മോഡിഫൈ ചെയ്താൽ മതി. മോഡിഫൈ ഓർ ഷോ ഗ്രിഡ് സിസ്റ്റംസ് എടുക്കുക. ഇതില് ആഡ് ഓപ്ഷൻ കൊടുക്കുക. നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ A എന്നാണ് ഗ്രിഡിന് പേര് കൊടുത്ത്, അത് 00ലാണ് ഈ ഗ്രിഡ് വരുന്നത്. ആഡ് കൊടുക്കുക, നെക്സ്റ്റ് ഗ്രിഡ് ഒരു 2 മീറ്റർ കൊടുത്തു. ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ഈ റൈറ്റ് ടോപ്പ് എൻഡിൽ നമുക്ക് കാണാൻ പറ്റും ഗ്രിഡ് ഓരോന്നായിട്ട് ക്രിയേറ്റ് ആയി വരുന്നത്. സെയിം തന്നെ തിരിച്ചുള്ള ഗ്രിഡ് വരുമ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം. സോ ഈ ഗ്രിഡ് ഇവിടെ എടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാനിപ്പോ ഗ്രിഡ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത 2 ഫ്ലോർസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫ്ലോർ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്ലാൻസിൽ മുകളിലോട്ടും താഴോട്ടും പോകാൻ വേണ്ടി ഈ മൂവ് അപ്പ് ഇൻ ദ ലിസ്റ്റും മൂവ് ഡൗൺ ഇൻ ദ ലിസ്റ്റും 2 ആരോ കീസ് ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നമ്മുടെ ബേസ് ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോർ ലെവൽ ഇവിടെ വന്നിട്ടുണ്ട്, ടെറസ് ഫ്ലോർ വന്നിട്ടുണ്ട്. ഇനി DXF ഫയൽ ആക്കി ഇട്ടിരിക്കുന്നത് ഇതിനകത്തോട്ട് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ള പറയാം. അതിനും സെയിം ഫയൽ പോവുക, ഇമ്പോർട്ട് ഓപ്ഷൻ, ഇവിടെ .DXF ഫയൽ ഓഫ് ആർക്കിടെക്ചറൽ ഗ്രിഡ്സ് ഉണ്ട്, .DXF ഫയൽ ഓഫ്
ഫ്ലോർ പ്ലാൻ ഉണ്ട്. ഫ്ലോർ പ്ലാൻ എടുക്കുക, നമ്മുടെ DX ഫയല് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മൾ ഏത് ലെയറിലാണോ ബീംസ് വരച്ചിരിക്കുന്നത് ആ ലെയർ ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 0 ലെയറിലിട്ടായിരുന്നു വരച്ചിരുന്നത്. സോ ബീം ഞാൻ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് കോളം വരച്ചിട്ടുണ്ടെങ്കിൽ കോളം സെലക്ട് ചെയ്യാം, ജോയിൻസ് വരണമെങ്കിൽ ജോയിൻസ് സെലക്ട് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. ഇതിപ്പോ ബീംസ് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ പ്ലാൻ ലൊക്കേഷൻ, നമ്മൾ ഈ കൊടുക്കുന്ന ലൊക്കേഷനിലായിരിക്കും ഈ പ്ലാൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ എന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാൻ ആണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ബീമിന്റെ പ്രോപ്പർട്ടി ഏതാണോ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ഓൾറെഡി ടെംപ്ലേറ്റിൽ എന്താണ് മെറ്റീരിയലും നമ്മുടെ സെക്ഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് വരുന്നത്. അതിനു മുന്നേ ഇത് ശരിക്കും ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് സെക്ഷൻ പ്രോപ്പർട്ടീസും ഡിഫൈൻ ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് ഇത്രയും ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ ചോദിക്കും. സേവ് കൊടുത്താല് കണ്ടോ 3Dയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പ്ലാൻ, ഇതിപ്പം ടെറസ് ഫ്ലോർ ആണ് കിടക്കുന്നത്. ഇവിടെ കാണാം പ്ലാൻ വ്യൂ ടെറസ് ഫ്ലോർ ആണ്. അതുകൊണ്ടാണ് ഈ വിൻഡോയിൽ ഒന്നും കാണാത്തത്. നമ്മൾ ഈ ആരോ യൂസ് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഈ ഇത് കാണാൻ പറ്റും. സോ ബീം ജസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽസും സെക്ഷൻ പ്രോപ്പർട്ടീസും ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിന് ഡിഫൈനിൽ പോവാ, മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ പോവാ. ഇവിടെ നമുക്കൊരു ഇതിപ്പോ ഓൾറെഡി നമ്മുടെ മെറ്റീരിയൽസ് കുറെ ആഡ് ആയിട്ടുണ്ട്. അപ്പം പുതിയതായിട്ടൊരു മെറ്റീരിയൽ ആഡ് ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ന്യൂ മെറ്റീരിയൽ എടുക്കണം. എന്നിട്ട് റീജിയൻ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ കൊടുക്കണം. യൂറോപ്പ് ആണെങ്കിൽ യൂറോ കോഡും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ വരും. ഇന്ത്യ സെലക്ട് ചെയ്യുക. സ്റ്റീൽ അല്ല, ഞാൻ കോൺക്രീറ്റ് ആണ് ഇപ്പൊ ഡിഫൈൻ ചെയ്യുന്നത്. സോ കോൺക്രീറ്റ് ഇത് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ്. വേണമെങ്കിൽ യൂസറും കൊടുക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഗ്രേഡ്, കോൺക്രീറ്റ് ഗ്രേഡ് ഞാൻ 35 M35 കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പൊ M35ന്റെ ഡീറ്റെയിൽസ് എല്ലാം വരും ഓൾറെഡി. ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കുമ്പോൾ ആ മെറ്റീരിയൽ ഇതിൽ ഡിഫൈൻ ആയി. അങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ സ്റ്റീലും സെയിം സ്റ്റീല് കോൺക്രീറ്റ് ഇതൊക്കെ സ്റ്റീലാണ്. കോൺക്രീറ്റിന്റെ പല പല ഗ്രേഡ്സ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാം ഇതിൽ ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിഫൈൻ ചെയ്ത സാധനം ഡിലീറ്റ് ആയി. മോഡിഫൈയും കൊടുക്കാൻ പറ്റും. മോഡിഫൈ ഓപ്ഷനിൽ ഏതാണ് മോഡിഫൈ ചെയ്യാനുള്ളത് സെലക്ട് ചെയ്ത് മോഡിഫൈ ഓർ ഷോ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിൽ എന്തെങ്കിലും വാല്യൂസ് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കിപ്പം പുതിയതായിട്ട് ആഡ് ചെയ്യാൻ ആഡ് കോപ്പി ഓഫ് മെറ്റീരിയൽ എടുക്കാനും പറ്റും. ഈ M30യുടെ ആഡ് കോപ്പി ഓഫ് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ഇവിടെ പേര് കൊടുക്കാം. M35 ആണ് എനിക്ക് വേണ്ടത്. 35 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഡിഫൈൻ ആവും. അപ്പൊ ഇത്രയാണ് ഡിഫൈൻ മെറ്റീരിയൽസിൽ വരുന്ന ഓപ്ഷൻസ്. ഓക്കെ കൊടുത്താലേ സേവ് ആവത്തുള്ളൂ. ക്യാൻസൽ കൊടുത്താൽ ഈ നമ്മൾ ഇട്ടിരിക്കുന്ന, അതായത് ഇപ്പൊ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ റിഫ്ലക്ട് ആവത്തില്ല. അത് അപ്പൊ തന്നെ ഡിലീറ്റ് ആയിപ്പോ. സോ ഓക്കെ കൊടുക്കണം. ഇനി സെക്ഷൻ പ്രോപ്പർട്ടീസ്. സെക്ഷൻ പ്രോപ്പർട്ടീസിൽ ഇത്രയും ടൈപ്സ് ആണുള്ളത്. നമുക്ക് ഫ്രെയിം സെക്ഷൻസ്, ടെൻഡൻ സെക്ഷൻ, സ്ലാബ് സെക്ഷൻ, ഡെക്ക്, വാൾ സെക്ഷൻ, റീഇൻഫോഴ്സിംഗ് ബാർ സൈസസ്, അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ ഒരു ചെറിയൊരു മെനുവിൽ ചെയ്യാൻ പറ്റും. ഇതില് നമ്മളിപ്പം ബീം, കോളം അങ്ങനെയുള്ള കോൺക്രീറ്റ് ഇതോ അല്ലെങ്കിൽ സ്റ്റീൽ മെമ്പേഴ്സോ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഫ്രെയിം സെക്ഷൻസിൽ ചെന്നിട്ടാണ്. ഫ്രെയിം സെക്ഷൻസ് സെലക്ട് ചെയ്യുക. എനിക്ക് ഒരു 25/40 ബീം ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ചോ. ഒന്നെങ്കിൽ ആഡ് ന്യൂ പ്രോപ്പർട്ടി എടുക്കാം, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബീം സെലക്ട് ചെയ്ത് ആഡ് കോപ്പി ഓഫ് പ്രോപ്പർട്ടി കൊടുക്കാം. ഒരു ബീം സെക്ഷൻ വന്നു. അതിന് ഞാനൊരു നെയിം കൊടുക്കുവാണ്. ബീം 25/40 M30. മെറ്റീരിയൽ ഏത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഗ്രേഡ് 25 ആണോ 30, 40 ഏത് വേണമെന്നുള്ള സെലക്ട് ചെയ്യാം. M30 തന്നെ കൊടുക്കുവാണ്. പിന്നെ ഇവിടെ ഡെപ്ത് എത്രയാണ്? 400 തന്നെയാണ്. ഡെപ്ത് മാറ്റണ്ട. വിഡ്ത്ത് 250 ആക്കി കൊടുക്കാം. ഇനി ഇവിടെ ഷോ ഓർ മോഡിഫൈ ഓർ ഷോ മോഡിഫയേഴ്സ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ മോഡിഫയേഴ്സ് കൊടുക്കാനുള്ളത് ഇവിടെ വരും. അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ റീഇൻഫോഴ്സ്മെന്റിനകത്ത് മോഡിഫൈ ഓർ ഷോ റീബാർ ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുമ്പം നമുക്കിവിടെ കോളം ആണോ ബീം ആണോ എന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ റീബാറിന്റെ ഏത് ഗ്രേഡ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോ കോളം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോളമായിട്ട് ഡിഫൈൻ ആവും. ഞാൻ കാണിക്കാം. ഓക്കെ, ഇതിപ്പം ബാർ ഒന്നും കാണിക്കുന്നില്ല. കോളവും ബീമിന്റെ റെപ്രസെന്റേഷന്റെ ഡിഫറൻസ് അതാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, കോളമായിട്ടാണ് ഇത് ഡിഫൈൻ ആവുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് റീബാർ കാണാൻ പറ്റും. ഞാനിതിപ്പോ മാറ്റി ബീം ആക്കുവാണ്. ഓക്കെ, സിമിലർലി നമുക്ക് കോളവും കൊടുക്കാൻ പറ്റും. സെയിം ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീലും കൊടുക്കാൻ പറ്റും. സ്റ്റീല് കൊടുക്കുന്നവിടെ ഞാൻ കാണിച്ചു തരാം. ആഡ് ന്യൂ പ്രോപ്പർട്ടീസ് കൊടുക്കുക. നമുക്ക് ഇതേപോലെ ഒരു സെക്ഷൻ കിട്ടും. അതായത് കോൺക്രീറ്റിന്റെ ഇത്രയും ടൈപ്സ്, സ്റ്റീലിന്റെ ഇത്രയും ടൈപ്സ്, ISMB, C ചാനൽ, അങ്ങനെയുള്ള ഓരോ ടൈപ്പ് ഉണ്ട്. സ്പെഷ്യൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. സ്റ്റീൽ കോമ്പോസിറ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ISMB ആണ് എനിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ISMBയുടെ ആ ഷേപ്പ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ പേര് ISMB 500 ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കോഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡെപ്ത് എത്രയാണ്, ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത്, ഫ്ലാഞ്ച് തിക്നെസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അതെല്ലാം ഇവിടെ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ISMB ഡിഫൈൻ ആയി വരും. ഈ സെയിം ഇതേപോലെ തന്നെ. എന്നിട്ട് നമുക്ക് അതിവിടെ നമുക്ക് മെറ്റീരിയൽ ഏതാണെന്നുള്ളത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് സെക്ഷൻ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി സെക്ഷൻ പ്രോപ്പർട്ടീസ് ഇപ്പം ഇത് ഈ ജസ്റ്റ് ഒരു ബീം സെലക്ട് ചെയ്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സെക്ഷൻ പ്രോപ്പർട്ടി അറിയാൻ പറ്റും. ബീം 20/40 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് എനിക്ക് 25/40 ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഡൗൺവേർഡ് ആരോ, ഒരു ബീം മാത്രമേ അങ്ങനെ മാറ്റണമെങ്കിൽ ഈ ഒരു ഡൗൺവേർഡ് ആരോ പ്രസ് ചെയ്ത് 20/45 കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 20/45 ആയിട്ട് ഡിഫൈൻ ആവും. ഡിഫൈൻ ആയി. ഇനി ഈ എല്ലാ ബീംസും എനിക്ക് സെലക്ട് ചെയ്ത് 20/45 ആക്കണം എന്നുണ്ടെങ്കിൽ ഫുൾ സെലക്ട് ചെയ്യുക, അസൈൻ പോവുക, ഫ്രെയിം, സെക്ഷൻ പ്രോപ്പർട്ടീസ്, അതിനകത്ത് 25/40 നോക്കുക, ഓക്കെ കൊടുക്കുക. എല്ലാ ബീംസും 25/40 ആയിട്ട് അസൈൻ ആയി. ഇനി ഈ ഒരു ഫ്ലോർ മാത്രമേ എനിക്കിപ്പോ കിട്ടിയുള്ളൂ. എനിക്ക് സെയിം പ്ലാൻ തന്നെയാണ് ടെറസിലും വരുന്നത്. ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത പോലെ പ്ലാൻ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതല്ല, ഈ സെയിം പ്ലാൻ തന്നെയാണ് മുകളിലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് സെലക്ട് ചെയ്യുക, റെപ്ലിക്കേറ്റ് ഓപ്ഷൻ, ഇതാണ് റെപ്ലിക്കേറ്റ് ഓപ്ഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നമുക്ക് ഈ മെനുവില് ഇതിന്റെ ഷോർട്ട് കീ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റിൽ പോവുക, റെപ്ലിക്കേറ്റ് ഓപ്ഷൻ അതെടുക്കുക. റെപ്ലിക്കേറ്റിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ലീനിയർ ഉണ്ട്. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് X ഡിറക്ഷനിലും Y ഡിറക്ഷനിലും ഒരു സാധനം കോപ്പി റെപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. റേഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ ആയിട്ട് നമുക്കൊരു സാധനം റൊട്ടേഷണൽ എത്ര ആംഗിളിൽ വേണം എന്ന് വെച്ചിട്ട് നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. മിറർ സെയിം, ഓട്ടോകാഡിന്റെ സെയിം ഫംഗ്ഷൻ ആണ്. പിന്നെ സ്റ്റോറി എന്നുള്ള റെപ്ലിക്കേറ്റ് ആണ് നമ്മളിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് മുകളിലോട്ട് വേറൊരു സ്റ്റോറിയിലോട്ട് ഒരു സാധനം കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ സ്റ്റോറി പോവുക, ടെറസ് ഫ്ലോറിലോട്ടാണ് എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്ത് വെക്കേണ്ടത്. ടെറസ് ഫ്ലോർ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പൊ ഈ 3D നോക്കിയാൽ അറിയാം, നമുക്ക് താഴെ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരുന്ന സെയിം ആ ഫ്ലോർ ഒരെണ്ണം എനിക്ക് മുകളിൽ ടെറസിലും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കോളംസ് നമ്മൾ ഇതിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. കോളംസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഷോർട്ട് കീസ് ആണ്. ഈ ഓപ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഇല്ല, ഈ മെനു ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രോയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡ്രോ ബീംസ് ഓർ കോളംസ് ഓർ ബ്രേസ് ഒബ്ജക്ട്സ് എന്നുള്ളതിനകത്ത് ഈ എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതേപോലെ ഫ്ലോർ ഓർ വോൾ എന്നുള്ളതിനകത്ത് നമുക്ക് സ്ലാബ് വരയ്ക്കാനുള്ളത്, റീറ്റെയിനിങ് വോൾ, അങ്ങനെയുള്ള സാധനങ്ങൾ വരയ്ക്കാനുള്ളത് ഇതിനകത്തുണ്ട്. ഷിയർ വോൾ ഒക്കെ വരയ്ക്കാനുള്ളത് ഈ ഫ്ലോർ ആൻഡ് വോളിൽ കിട്ടും. അപ്പം ഞാനിപ്പോ നമ്മുടെ പ്ലാന് സൈഡിലാക്കിയിട്ട്
തിരിച്ചാണ് വരയ്ക്കാൻ പോകുന്നത്. ഇത് കോളം സൈസ് ഓക്കെ 200 by 300 ആണ് കോളം സൈസ് കൊടുത്തിരിക്കുന്നത്. കോളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ ക്വിക്ക് ഡ്രോ കോളംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അത് സെലക്ട് ചെയ്യുക. ഇപ്പം ഈ ലെഫ്റ്റ് ബോട്ടമിലായിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് കാണാം. ലെഫ്റ്റ് ബോട്ടമിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വിൻഡോ വരും. അതിൽ നമുക്ക് എത്ര സൈസിന്റെ കോളമാണ് കൊടുക്കേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ ഡീഫോൾട്ട് ആയിട്ട് ഇതിൽ 3060 ആണ് കിടക്കുന്നത്. എനിക്ക് 2030 ആണ് വേണ്ടത്. 2030 2040 ഇപ്പൊ ഞാൻ തൽക്കാലം കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്താലും മതി. എന്നിട്ട് ഇതില് ഈ ജോയിന്റ്സിൽ രണ്ടിതും കൂടെ വരുന്ന ജോയിന്റിൽ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കോളം കിട്ടും. ഇനി ഇതിന്റെ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെക്കൻഡ് പോർഷനിൽ എനിക്ക് തിരിച്ചാണ് കോളം വരേണ്ടത്. അപ്പൊ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം ഇതിൽ തന്നെ ആംഗിൾ ഡിഗ്രി എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആംഗിൾ ഡിഗ്രി മൂന്നാമത് കിടക്കുന്ന ഓപ്ഷൻ, അവിടെ 90 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തായിരിക്കും കോളം വരുന്നത്. സോ ഹൊറിസോണ്ടലി കിട്ടാൻ വേണ്ടിയിട്ട് ആംഗിൾ ഡിഗ്രി എന്ന് പറഞ്ഞ് 0 കൊടുക്കണം. വെർട്ടിക്കലി കോളം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 90 ഡിഗ്രി കൊടുക്കണം. ഞാൻ കുറച്ച് കോളംസ് ഇപ്പം പ്ലേസ് ചെയ്യുവാണ്. പ്ലാൻ അനുസരിച്ച് ഞാൻ കോളം എല്ലാം പ്ലേസ് ചെയ്യും. ഇനി ഇത് നമ്മൾ 3D എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോയും കൂടെ ആഡ് ചെയ്ത് വിൻഡോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഡൗൺവേർഡ് ആരോ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ആഡ് വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് 3D ആയിരിക്കും വരുന്നത്. ഇതിനെ നമുക്ക് പ്ലാനും ആക്കാൻ പറ്റും. സോ ഇതിപ്പം ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്ത കോളംസ് എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ റൈറ്റ് കോർണറിൽ ഈ താഴെയായിട്ട് 1 സ്റ്റോറി ഓൾ സ്റ്റോറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഓൾ സ്റ്റോറി ഇട്ട് വരച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ കോളം എല്ലാ സ്റ്റോറീസിലും കിട്ടും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. എല്ലാ സ്റ്റോറീസിലും അത് വരുമായിരുന്നു. ഇപ്പൊ ഈ കോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓപ്ഷൻ എടുത്തിട്ട് കണ്ടോ, ഈ 2 ഫ്ലോറിലും വന്നു. സോ അങ്ങനെ വരച്ചാലും മതി. അതല്ല നമ്മളിപ്പോ ഓൾ സ്റ്റോറി ഇടാൻ മറന്നുപോയെന്നുണ്ടെങ്കിൽ കോളംസ് എല്ലാം സെലക്ട് ചെയ്യുക. റെപ്ലിക്കേറ്റ് ഓപ്ഷൻ, നേരത്തെ റെപ്ലിക്കേറ്റ് ഓപ്ഷൻ കൊടുക്കുക. സ്റ്റോറീസ് ടെറസിൽ പോവുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടെറസ് ഫ്ലോറിലോട്ടും ഇതെല്ലാം റെപ്ലിക്കേറ്റ് ആയിട്ട് വരും. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് മാറ്റണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ ബീമിന് പറഞ്ഞ സിമിലർ തന്നെയാണ്. ഓൾ സ്റ്റോറി ഇട്ട് സെലക്ട് ചെയ്ത് എല്ലാ ഫ്ലോറിന്റെയും കോളം സെലക്ട് ആവും. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്നെങ്കിൽ ഒരെണ്ണം മാറ്റാനുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ വിൻഡോയിൽ ഡയറക്റ്റ് നമുക്ക് മാറ്റാൻ പറ്റും. അതല്ല അസൈൻസിൽ ചെന്ന് അസൈൻസിൽ പോയിട്ട് ഫ്രെയിമിൽ ചെന്നാലും നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് ടെറസ് ഫ്ലോറിൽ നമുക്ക് സ്ലാബ്സ് വേണം. സ്ലാബ് എങ്ങനെയാണ് വരയ്ക്കുന്നത് കാണിച്ചു തരാം. ടെറസ് ഫ്ലോർ എടുക്കുക. ഇതിപ്പോ പ്ലാൻ വ്യൂവിൽ ടെറസ് ഫ്ലോർ ആണ്. ഇതില് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ 4 സൈഡും സെലക്ട് ചെയ്ത് കൊടുക്കും. അത് മുന്നേ ഇത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ കോളത്തിന് വന്ന പോലെ സിമിലർലി പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു വിൻഡോ താഴെ വരും. അതിൽ പ്രോപ്പർട്ടീസ് എടുക്കുക. എനിക്കിപ്പം സ്ലാബ് ഞാൻ 110 ആണ് കൊടുക്കുന്നത്. 110 സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ 4 ജോയിന്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
4 ജോയിന്റ്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ ഒരു സ്ലാബ് ക്രിയേറ്റ് ആയി വരും. അതാണ് ഫസ്റ്റ് ഈ ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ കോർണർ ടു അടുത്ത കോർണർ വരെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ലാബ് അവിടെ അസൈൻ ആവും. അതാണ് ഈ സെക്കൻഡ് ഈ ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഔട്ട്ലൈൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു സ്ലാബ് വരും. അത് കൂടുതലും നമ്മുടെ റീറ്റെയിനിങ് വാളിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോളംസിന്റെ ഇടയിൽ ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഫ്രെയിംസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ സ്ലാബ് വരും. ഇതാണ് 3 സ്ലാബിന്റെ ഓപ്ഷൻസ്. ഇതും സെയിം നമുക്ക് ഡ്രോയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഞാൻ ഈ സ്ലാബ് ഒന്ന് ഫുള്ള് കൊടുക്കുന്നു. ഫുൾ സ്ലാബും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി ഇതിന്റെ താഴെ നമ്മളിപ്പം ഇത് കൊടുത്തിരിക്കുന്ന ഫിക്സിറ്റി നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും കൂടെ പറഞ്ഞിട്ട് ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ, അതായത് ബേസ് എന്ന് പറഞ്ഞ ഫ്ലോറിൽ ചെല്ലണം. ഇവിടെയാണ് നമ്മൾ ഫിക്സിറ്റി സെറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ആയിരിക്കും ഫൂട്ടിങ് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ഫൗണ്ടേഷൻ വരുന്നത് അത് കാണിക്കുന്നത് ഈ ബേസ് എന്ന് പറഞ്ഞ വിൻഡോയിലാണ്. നമ്മൾ ഇവിടെ വരിക, ഈ ബേസ് ഫുള്ള് സെലക്ട് ചെയ്യുക. അപ്പം ഇതിന്റെ താഴത്തെ ബേസ് എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. അസൈനിൽ പോവുക, ജോയിൻസ്, അതിൽ റീസ്ട്രെയിൻസ്. റീസ്ട്രെയിൻസിനകത്ത് 4 ടൈപ്പ് റീസ്ട്രെയിൻസ് ഉണ്ട്. ഇതില് ഫിക്സഡ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്യുക. അപ്പം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷനിൽ എക്സ് വൈ ഇസഡ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റീസ്ട്രെയിൻഡ് ആണ്, റൊട്ടേഷൻസും റീസ്ട്രെയിൻഡ് ആണ്. സോ ഇത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇതിന്റെ ഇത് മാറിയത് ഒരു പ്ലസ് സൈൻ പോലെയായി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സിറ്റി മാറിയതാണ്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട്സ്